സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ഒരു വിധത്തിൽ കരഞ്ഞു തളർന്നു നിൽക്കുന്ന സമയത്താണ് ഹരിവക്കീലാണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അങ്ങോട്ട് എത്തുന്നത്. അങ്ങനെ ഹരിവക്കീലെ കാണുമ്പോൾ തന്നെ പ്രഭയാണെങ്കിൽ ഹരിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുന്നു. പ്രഭയെ വിഷമിക്കാതെ ഇരിക്കെ, എല്ലാത്തിനും ഒരു പരിഹാരം കാണാം. ഇല്ല ഹരിയേട്ട, എന്റെ നന്ദന് എന്തൊക്കെയോ ആപത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും അവൻ എന്നോട് പറയുന്നതാ. പക്ഷെ ഇന്നലെ രാത്രി വരെ അവന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേ അങ്കിൾ, നന്ദൻ എന്നോടും വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അമ്മയും അത് തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നന്ദൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കാം പേടിച്ചിട്ട്. ഏയ്, അങ്ങനെയെങ്കിൽ അവൻ എന്നോട് പറയേണ്ടതാണ്. അവൻ എന്നോട് പറയാതെ ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ പ്രഭാവതി പറയുന്നു. ഈ സമയം ഹരി പറയുന്നുണ്ട്, ടെൻഷൻ അടിക്കാതെ ഇരിക്കെ. ഇല്ല ഹരിയേട്ട, ഇവിടെ ആർക്കും യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ല. പോലീസുകാരോട് പറയുന്നു, അവർ വരുന്നു, അന്വേഷണം നടത്തുന്നു, പോകുന്നു. അല്ലാതെ എല്ലാവരും കൂളായിട്ട് നിൽക്കുന്നത്. എന്റെ മോനെ കുറിച്ച് ആലോചിച്ച് ആർക്കും ഒരു ടെൻഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. താനിപ്പോൾ ചെയ്യുന്നത് ഒരമ്മയുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രഭയെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ സമയം വേണം. ഒരുപക്ഷെ നന്ദൻ എവിടേക്കെങ്കിലും മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവനെ കണ്ടെത്താം. അങ്ങനെ ഐസക്കും കൂട്ടരും വന്നുപോയെന്നിങ്ങനെ സിദ്ധാർത്ഥ പറയുമ്പോൾ, ശരി, നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം സിദ്ധു, റെഡി ആവാനായിട്ട് പറയുന്നു. അങ്ങനെ രണ്ടാളും പോവാൻ നേരം ഹരിവക്കീല് ദേവികയോട് പറയുന്നുണ്ട്, മോള് പേടിക്കണ്ട, ഞാൻ അപ്പം തന്നെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം. പ്രഭ, തനിക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഹരിയേട്ടനെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എങ്കിൽ പിന്നെ നന്ദൻ എത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുവന്ന് തരും, ഉറപ്പാണ്. ഗിരീഷ് ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വക്കീലും സിദ്ധുവും ചേർന്ന് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ദേവിയാണെങ്കിൽ പ്രഭയെ വീണ്ടും ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കെവിനും ഇസബല്ലയും ചേർന്ന് എങ്ങോട്ടോ യാത്ര പോവുകയാണ്. ഈ സമയം കെവിൻ ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. വേറെ എങ്ങോട്ടാ, കഥാനായകനെ കാണാൻ വേണ്ടിയിട്ട്. ഇസബല്ല, ഇതൊക്കെ വളരെ പ്രശ്നപ്പെട്ട കാര്യമാണ്. ഇസബല്ലയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ, എന്തറിയാൻ കെവിൻ, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും അതാത് രീതിക്ക് പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബെല്ല, അങ്ങനെയല്ല. നന്ദൻ ഇപ്പോൾ വെറും ഒരാളല്ല. അവനിപ്പോൾ ഒരു MLA മോനാണ്, MLA ഭർത്താവാണ്, ex-MLA മോൻ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം കാര്യങ്ങൾ നീക്കം ചെയ്യാൻ. അതിനേക്കാൾ വലിയ ആളാടാ ഈ ബെല്ല. അതുകൊണ്ട് നീ പേടിക്കാതെ ഇരിക്കും. ഒരു കാരണവശാലും ഒരു തെളിവും ബെല്ല അവശേഷിപ്പിച്ചിട്ടില്ല. അത്രയ്ക്കും കൃത്യവും മൈന്യൂട്ടായിട്ടുമാണ് ഞാൻ കാര്യങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഐസക് ആണെങ്കിൽ ബെല്ലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ആ പാപ്പ പറയും, മോളെ, എന്തായാലും നിന്റെ ഈ പണി കിടിലായി പോയി. ഇനി എനിക്ക് മേലെ ആളുകൾ വന്ന് അന്വേഷിച്ചാലും ഒരു തുമ്പ് പോലും തെളിവായിട്ട് കിട്ടത്തില്ല. ആ വീട് മുഴുവനും ഞാൻ അരിച്ചു പെറുക്കി, ഒരു തെളിവുമില്ല. എന്നാൽ നീ എങ്ങനെയാ കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്? വീഴ്ചകളിൽ നിന്നല്ലേ പാപ്പ കാര്യങ്ങൾ പഠിക്കുക. അതുകൊണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി സൂക്ഷിക്കാനും. പാപ്പൻ ധൈര്യമായിട്ടിരിക്കെ. ഏയ്, എനിക്കിനി ധൈര്യത്തിനൊന്നും കുറവില്ല. അല്ല പാപ്പ, എന്താ ചന്ദ്രോത്ത് വീട്ടിലെ അവസ്ഥ? ദേവിക വിഷമങ്ങളൊക്കെ അമർത്തിയ കൂട്ടത്തിലാണ്. പക്ഷെ ആ പ്രഭാവതി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓ, അങ്ങനെയെങ്കിൽ നമുക്ക് അവരെയും കൂടി പൊക്കാം. വേണ്ട വേണ്ട, തൽക്കാലം നന്ദനെ മാനേജ് ചെയ്യാൻ നോക്ക്. ഇപ്പൊ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക? ഞാനിപ്പോ നന്ദനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ ഇസബella പറയുന്നു. ഈ സമയം കെവിനാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്തായാലും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പെടാതിരിക്കാനും അതുപോലെ സൂക്ഷിക്കാനായിട്ട് ഐസക് ആണെങ്കിൽ ഒരു സൂചന കൊടുക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടരുന്നു. പിന്നീട് എന്താണ് ചന്ദ്രവത്തെ വീട്ടിൽ സംഭവിച്ചതെന്നറിയാതെ രജനിയാണെങ്കിൽ തുടരെ തുടരെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മേ, എന്തുകൊണ്ടായിരിക്കും ഗിരി നമ്മളോട് ആരോടും പറയാതെ പെട്ടെന്ന് വീട്ടിലേക്ക് പോയത്? മോളൊന്ന് വിഷമിക്കാതിരിക്കെ, ഗിരി ഇങ്ങോട്ട് വന്നോട്ടെ. അപ്പോഴേക്കും ഗിരിയാണെങ്കിൽ അങ്ങോട്ട് എത്തുകയാണ്. ഗിരി, എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല അമ്മ. അമ്മ, എനിക്ക് കഴിക്കാൻ ഭക്ഷണം എടുക്ക്. ഇല്ല, എന്തോ കാര്യമുണ്ട്. ഗിരി എന്നോട് മറക്കുകയാണ്. ഇല്ലെന്നേ, ഒരു കാര്യമില്ല. ഇല്ല ഗിരി, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. രജനി, ഇത് നോക്ക്, നീ പ്രഗ്നൻസി ടൈമിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് മനസ്സമാധാനത്തോടു കൂടിയിട്ട് ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ മനസ്സമാധാനം കിട്ടാനാ? എനിക്ക് ഈ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ഒട്ടും മനസ്സമാധാനം കിട്ടില്ല. മര്യാദയ്ക്ക് ഗിരി കാര്യം പറയുമെന്ന് പറഞ്ഞുകൊണ്ട് രജനിയാണെങ്കിൽ പൊട്ടിക്കരയുമ്പോൾ നന്ദനെ കാണുന്നില്ല എന്നുള്ള സത്യം ഗിരീഷ് ആണെങ്കിൽ തുറന്നടിക്കുന്നു. എന്ത്, എൻ്റെ നന്ദൻ എന്ത് പറ്റി? അറിയില്ല. നന്ദൻ മിസ്സിംഗ് ആണ് ചന്ദ്രവത്തെ വീട്ടിൽ നിന്നും. ഇന്നലെ രാത്രി മുതൽ വളരെ പോസിറ്റീവായിട്ടായിരുന്നു നന്ദൻ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസിനെ പേടിച്ച് നന്ദൻ മാറി നിൽക്കുന്നതായിരിക്കും. ഏയ്, പോലീസിനെ പേടിക്കുന്ന കൂട്ടത്തിലൊന്നല്ല നന്ദൻ. ഇത് അവൻ എന്താ സംഭവിച്ചെന്ന് അറിയില്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നിങ്ങനെ ഗിരീഷ് പറയുന്നു. ഇതിന് പിന്നിൽ അരുന്ധതിയാണെന്നിങ്ങനെ രജനി തറപ്പിച്ച് പറയുമ്പോൾ, ഏയ്, എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്നിങ്ങനെ ഗിരി പറയുകയാണ്. ദേവിക ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒരു കാലത്തും ചന്ദ്രവത്ത് വീട്ടിൽ സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രജനി തുടങ്ങുമ്പോൾ, അവസാനം ദേവികയിലേക്ക് തന്നെ ചെന്നെത്തിയല്ലോ, നിനക്ക് അവളെ കുറ്റപ്പെടുത്താതെ ഉറങ്ങാൻ പറ്റില്ലേ? ഇല്ല, ഇതിന് പിന്നിൽ ദേവികയുടെ കൈകളുണ്ടെന്നിങ്ങനെ രജനി തറപ്പിച്ച് പറയുകയാണ്. ഉണ്ടെങ്കിലേ സഹിച്ചോ. അങ്ങനെ രജനി പൊട്ടി കരയുകയാണ്. സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും യാതൊരു വിധത്തിലും സമാധാനം ആവുന്നില്ല. പിന്നീട് മുരളിയാണെങ്കിൽ ദേവികയുമായിട്ട് ദേവികയുടെ വീട്ടിലെത്തുകയാണ്. ദേവിക ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ, അതെ ദേവി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മുരളിയേട്ടാ?
ഒരു ഡ്രൈവറായിട്ട് കണ്ടാൽ മതി, ഒരു ഡ്രൈവർ ചോദിക്കുന്നത് പോലെയും കരുതിയാൽ മതി. ആ എങ്കിലേ എനിക്ക് ആ ചോദ്യം കേൾക്കണ്ട, സൗകര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ ദേഷ്യത്തിൽ ഇറങ്ങി പോവുകയാണ്. ദേവി നിക്ക് നിക്ക്, എന്താ മുരളിയേട്ടാ? അല്ലെങ്കിൽ മനുഷ്യൻ തലയ്ക്ക് വട്ടളക്കി നടക്കുന്ന സമയമാണ്. അതിനിടയിൽ മുരളിയേട്ടൻ്റെ ഒരുമാതിരി ഡയലോഗ്സ് ഒരിക്കലും ഇത് അംഗീകരിച്ച് തരാനായിട്ട് കഴിയില്ല. ദേവി സോറി. പിന്നെ ദേവിയുടെ മുഖത്ത് നിന്ന് അതിനെ കാണാതായതിൽ യാതൊരു ടെൻഷനില്ലാത്ത പോലെ തോന്നി. അതെന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ദേവിയും നന്ദനും ഇപ്പോൾ തെറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണമെന്ന് ഇങ്ങനെ ദേവികയോട് മുരളി പറയുമ്പോൾ ഇതിന് മറുപടി പറയാൻ നിന്നാൽ അത് കൂടിപ്പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. മുരളിയേട്ടന് എന്നെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതൊക്കെ തെറ്റിപ്പോയി. എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കും വേണ്ട. എന്തായാലും എൻ്റെ മനസ്സിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്താണെന്ന് മുരളിയേട്ടന് പറഞ്ഞാൽ അറിയില്ല. മുരളിയേട്ടൻ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ ഇപ്പം തന്നെ വരാം. ഒരിടം വരെ പോകാനുണ്ടെന്ന് പറയുമ്പോൾ ഇനി എങ്ങോട്ടാ? മുരളിയേട്ടൻ അകത്തേക്ക് വരുന്നുണ്ടോ? എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോകാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. ഈ സമയം മാധവനും രാധികയും ചേർന്ന് ചന്ദ്രവത്തെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വഴക്കിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടേക്ക് ശാരി വരുന്നുണ്ട്. എങ്ങോട്ട് പോകണ്ട എന്ന് പറയണം. അത് തീരുമാനിക്കുന്നത് നീയാണോ? ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ വാശി പിടിക്കുകയാണ്. അവിടേക്ക് ദേവി വരുന്നത് കാണുമ്പോൾ മോളെ എന്തായി അവിടുത്തെ കാര്യം? അമ്മേ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് നേരിട്ട് വന്നത്. എന്താ മോളെ, എന്ത് പറ്റി? അമ്മേ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് 1-2 സ്ഥലങ്ങളിലേക്ക് പോകണം. ഒരുപക്ഷെ എത്താൻ വൈകും. മാത്രമല്ല ചിലപ്പോൾ വന്നില്ല എന്നുണ്ടാവും. അതുകൊണ്ട് പേടിക്കാനും നിൽക്കേണ്ട. ഞാൻ നാളെയാണെങ്കിൽ ഇങ്ങോട്ട് എത്തിക്കോളാം. പിന്നെ അവിടുത്തെ പ്രശ്നം കുറച്ച് ഗുരുതരമാണ്. നന്ദു മിസ്സിംഗ് ആണ്. അമ്മയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. പിന്നെ ഹരിവക്കീലും മറ്റും വന്നിട്ടുണ്ട്. ഹരിയങ്കള് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആരും വിഷമിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ മാധവനെയും രാധികയെയും സമാധാനിപ്പിക്കുന്നു. മോളെ എനിക്കിപ്പോ നിന്നെക്കുറിച്ച് ആലോചിച്ച് ആകെ വിഷമം തോന്നുകയാണ്. മനസ്സിലൊരു സമാധാനവും കിട്ടുന്നില്ലെന്ന് രാധിക പറയുമ്പോൾ ഇപ്പോൾ അതല്ലല്ലേ പ്രധാനം, നന്ദന്റെ കാര്യമല്ലേ മോളെ. അച്ഛനൊരു കാര്യം പറയുന്നതുകൊണ്ട് മോളൊന്നും വിചാരിക്കരുത്. എന്താ അച്ഛാ, ഇതിനൊക്കെ കാരണം മോള് നന്ദനോടൊപ്പം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. മോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ദേവിക്കാണെങ്കിൽ അത് സഹിക്കുന്നില്ല. എന്തായാലും നാളത്തെ പ്രൊമോ കെവിനും ഇസബല്ലയും ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ഇസബല്ല ഏൽപ്പിച്ച ആളുകൾ ഇസബല്ലയെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കെവിന് വേണ്ടി അവർ ജോലി ചെയ്തിരിക്കുന്നു. ഇസബല്ലയാണ് നന്ദനെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അവര് കെവിന് വേണ്ടി അത് മാറ്റിമറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസബല്ലയ്ക്ക് ആ ഒരു വാർത്ത വളരെ ഷോക്കാവുകയാണ്. കൂട്ടത്തിൽ കെവിനും സഹായിയായിട്ട് നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കെവിന്റെ മുഖത്ത് ചതിയുടെ ഒരു ചിരി വിടരുന്നുണ്ട്. എന്തായാലും ഋഷിയാണെങ്കിൽ ഈ സമയം ഇസബല്ലയെ കടത്തി വെട്ടിയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇസബല്ലയും ഋഷിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നതും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.